ജീവിതത്തിൽ പാട്ടും ചെടികളെയും സോഫ്റ്റ്നെസ്സും ഇഷ്ടമുള്ളവർക്ക് മാത്രം ഈ വീഡിയോ കാണാം. വിവിധ ഇനം ഇലച്ചെടികളാണ് നിങ്ങൾക്ക് മുന്നിലൂടെ ഈ കടന്നു പോകുന്നത്. മനുഷ്യരെ പോലെ തന്നെ വിവിധ നിറത്തിൽ, വിവിധ ആകൃതിയിൽ, വിവിധ കളറുകളിൽ, വിവിധമായ രൂപത്തിൽ, വിവിധമായ അവസ്ഥയിൽ ഇലച്ചെടികളുണ്ട്. അവയെ ഏറ്റവും നന്നായി പരിപാലിച്ചാൽ, ഏറ്റവും വൃത്തിയോടെ പരിപാലിച്ചാൽ ഏറ്റവും ഭംഗിയാർന്ന പൂന്തോട്ടം നമുക്ക് മുന്നിൽ തന്നെ ഉണ്ടാവും. ഇലച്ചെടികൾ നടുമ്പോൾ അവയെ വെട്ടി നിർത്തി അതിൻ്റെ ഇളമിപ്പ് എപ്പോഴും നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇലച്ചെടികൾക്ക് ഒന്നുകൂടി ഭംഗിയുണ്ടാവും. മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലോ. സൗന്ദര്യം നാം കൊണ്ടു നടക്കുന്ന പോലെയാണ്. എത്ര പ്രായമായാലും ചിലരെ നമ്മൾ നോക്കി നിൽക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ഏത് ചെടിയും. ഏത് ചെടിക്കും അതിൻ്റേതായ തനതായ ഭംഗിയും ആകർഷണവും സൗന്ദര്യവും അത് നിലനിർത്തിയിരിക്കും. ഇലച്ചെടികൾ ആദ്യമെല്ലാം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളുടെ വരവോടെ ഇലച്ചെടികളെ പാടെ അവഗണിച്ച മട്ടാണ് ഒരുവിധം ഗാർഡൻ പ്രേമികളും. എന്നാൽ ഇലച്ചെടികൾക്ക് അതിൻ്റേതായ ഭംഗിയും സൗന്ദര്യവും ഉണ്ടെന്ന് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഈ വിവിധ ഇനം ഇലച്ചെടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒന്നും ഭംഗിയില്ലാത്തതല്ല, ഏത് ചെടിയും അവഗണിക്കേണ്ടതുമല്ല. ചില പൂന്തോട്ടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഈ ചെടിക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നല്ലോ ഇത്. എന്നാൽ അത് വളർത്തുന്നതും അതിൻ്റെ പരിസരവും അതിൻ്റെ ചട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ നിലവും ഒക്കെ വളരെ വൃത്തിയായി നിൽക്കുമ്പോഴാണ് ചെടികൾക്ക് ഭംഗി തോന്നുക, ചെടികൾക്ക് ആകർഷണം തോന്നുക. നാം നാട്ടിൽ നിന്നെല്ലാം പറിച്ചൊഴിവാക്കിയ എത്രയോ ചെടികൾ ഇപ്പോൾ വൻ വില കൊടുത്തു തന്നെ വാങ്ങേണ്ടി വരും. അത്തരം ചെടികൾ 2000-ഉം 3000-ഉം ഒക്കെയാണ് ഒരു തണ്ടിന് തന്നെ വില. പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയും നശിച്ചു പോയ ചെടികൾ കിട്ടാനില്ല. അവ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവുകയുമില്ല. വളരെ പാടുപെട്ടു തന്നെയാണ് അവ വളർത്തിയുണ്ടാക്കുന്നത്. അവയുടെ വില കേൾക്കുമ്പോൾ നെറ്റിച്ചുളിയും. പക്ഷേ ഒരു ദിവസം അതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 50 പൈസ നിരക്കിൽ ഒരു 365 ദിവസം വെച്ച് കൂട്ടിക്കോളും. എത്ര രൂപയുണ്ടാവും ഒരു ചെടിക്ക്? ചെടികൾക്ക് അതിനെ പരിലസിച്ച്, അതിനെ ഉല്ലസിപ്പിച്ച്, അതിനെ ആകർഷകമാക്കി, അതിനെ നല്ലവണ്ണം നോക്കി വെള്ളവും വളവും കൊടുത്ത് വളർത്തുമ്പോൾ അതിന് വില വരും. എന്നാൽ ചിലരെല്ലാം പറയുക ചെടികൾക്ക് വളരെ വില കൂടുതലാണെന്നാണ്. വില കൂടുതലല്ല, അതിൻ്റെ യഥാർത്ഥ വില എത്തുന്നുപോലുമില്ല. കാരണം 2 വർഷമോ 3 വർഷമോ ഒക്കെ പരിലാളിച്ച് വളർത്തിയെടുക്കുന്ന ചെടികളാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ പകുതി പോലും, വെള്ളത്തിൻ്റെ 50 പൈസ കൂട്ടിയാൽ പോലും അതിൻ്റെ വിലയാകുന്നില്ല. അപ്പോൾ ചെടികൾ ഇനി കാണുമ്പോൾ, വിലയിൽ തർക്കിക്കുമ്പോൾ വെറുതെ ഒന്ന് ചോദിക്കുക, എത്ര കാലമായിട്ടുണ്ടാവും ഈ ചെടി വളർത്തി തുടങ്ങിയിട്ട് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും അതിനെ പരിരക്ഷിച്ച് പോകുന്ന ഇത്രയും കാലവും അതിനെ വളം നൽകിയതും വെള്ളം നൽകിയതും എല്ലാം നാം വെറുതെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടുക. ചെടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഫാമുകളിലെല്ലാം നല്ല വില വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ചേരുക. അഷിത് വ്ലോഗ്.